ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല നാടൻ രീതിയിലുള്ള ഒരു പോർക്ക് കറിയുടെ റെസിപ്പിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് 1 കിലോ പോർക്ക് ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പോർക്ക് മസാല. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ മസാലകളെല്ലാം ആ ഒരു ഇറച്ചിയിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അങ്ങനെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതൊരു കുക്കറിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ മൺചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് 1 ടേബിൾ സ്പൂണോളം കാണും, അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 15 അല്ലിയോളം ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ കറിക്ക് കിട്ടുക. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. അപ്പോൾ 2 മീഡിയം സൈസ് സവാള നീളനെ അരിഞ്ഞിട്ടുള്ളതാണത്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ വേവിക്കാൻ വെച്ചതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ പൊടികൾ എടുത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, മല്ലിപ്പൊടി, പോർക്ക് മസാലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ഇറച്ചി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. 2-3 മിനിറ്റ് നേരം തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പോർക്ക് ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോർക്ക് ഇറച്ചി അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.